നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്നലെ ഡയാലിസിസ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും വി.എസിന്റെ ശരീരം അതിനോട് പ്രതികരിച്ചില്ല. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണമെന്ന നിർദ്ദേശം മെഡിക്കൽ ബോർഡ് നൽകിയിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് വി.എസിന്റെ ജീവൻ നിലനിർത്തുന്നത്. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നും നിൽക്കുകയാണ്. ഇതിനൊപ്പം വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാരുടെ സംഘം വി.എസിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഇന്നലെ 2 തവണ വി.എസിന് ഡയാലിസിസ് നിർത്തിവെക്കേണ്ടി വന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്കാൻ ചികിത്സ തുടരുന്നുണ്ട്. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് വി.എസിനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വി.എസ്. അച്യുതാനന്ദനെ കാണാൻ വേണ്ടി നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരും സർക്കാരും ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. ആർക്കും വി.എസിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആശുപത്രി അധികൃതരോട് വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ആരോഗ്യനിലയിൽ മെച്ചപ്പാട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും.